വരുൺ ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമ രാധികയോട് പറയണേ, മോൾക്ക് വേണ്ടി വഴിപാടുകൾ നടത്താനും മോളിപ്പോൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും എത്രയും പെട്ടെന്ന് ഭഗവാൻ മാറ്റിത്തരാനും വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞ് അമൃതയെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിട്ടത് ഞാനാ. അമൃതയെ ആ പ്രസാദം മോളുടെ നെറ്റി തൊട്ട് കൊടുക്കും. അങ്ങനെ രാധികക്ക് ഒത്തിരി സന്തോഷമാകുക. രാധിക പറയണേ, അതെ മാഡം, എൻ്റെ കാര്യം ഓർത്ത് അധികം വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടി വരാനും എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനും എൻ്റെ ഈ അമ്മയില്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രശ്നവും ഒരു സങ്കടവും വരില്ല. പിന്നീട് കാണിക്കുന്നത് വരുണും മുത്തശ്ശിയും കൂടി ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുന്നതാണ്. അന്നേരം മുത്തശ്ശി പറയണേ, വരുൺ, ഞാൻ രാധികയോട് സംസാരിച്ചു. അവളാകെ വല്ലാത്തൊരവസ്ഥയിലാണ്. എല്ലാവരും കൂടി ആ പാവത്തിനെ ഇട്ട് മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോട് സ്നേഹമുണ്ട്, എന്നാൽ അതവൾക്ക് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ചുറ്റുമുള്ളത്. എന്ത് സാഹചര്യങ്ങളാണ് മുത്തശ്ശി? അയാളുടെ നാക്കിൽ നിന്നും ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. എല്ലാ സത്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയാനാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം മുത്തശ്ശി പറയുക, നീ കാണിക്കുന്ന ഇത്രയും ചങ്കൂറ്റം രാധികയ്ക്കില്ല. ചുറ്റുമുള്ളവരെ വേദനിപ്പിക്കാൻ ആ കുട്ടി ഒരിക്കലും തയ്യാറാകുകയില്ല. അതുകൊണ്ട് നീ ഒന്ന് സമാധാനപ്പെടുവരണേ. ഈ സമയം അതുവഴി പോകുന്ന കൽപ്പന ഇവരുടെ സംസാരമെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുവാണ്. അന്നേരം വരുൺ പറയണേ, ഇല്ല മുത്തശ്ശി, എനിക്കിതിൽ ഇന്നത്തോടൊരു തീരുമാനം ഉണ്ടായേ പറ്റൂ. എന്താണെങ്കിലും രാധിക മ്യൂസിക് സ്കൂളിൽ നിന്ന് ഉടനെ തന്നെ തിരിച്ചെത്തുമല്ലോ, അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇന്ന് അയാളുടെ നാവിൽ നിന്ന് എനിക്ക് ആ സത്യം തിരിച്ചറിയണം. അയാളെ കൊണ്ട് തന്നെ ഞാൻ എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കും. അന്നേരം മുത്തശ്ശി പറയണേ, എടാ, നീ അതൊക്കെ പറയിപ്പിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ സൂക്ഷിച്ച് വേണം കാര്യങ്ങളും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും നീ ഉണ്ടാക്കാൻ നിൽക്കരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താണെങ്കിലും ഇന്നത്തോടെ രാധികയെ കൊണ്ട് ഞാൻ മനസ്സിലുള്ള ഇഷ്ടം തുറന്ന് പറയിപ്പിച്ചിരിക്കും. അതിന് എന്ത് കഷ്ടപ്പാട് വേണമെങ്കിലും ഞാൻ സഹിക്കും. മുത്തശ്ശിയും കൂടി എൻ്റെ പോന്നു വാ. മുത്തശ്ശി കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമുള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ വിളിച്ച് വരുൺ താഴത്തേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കേട്ട് കൽപ്പന നേരെ ഉർവശിയുടെ അരികിലേക്ക് ചെല്ലുക. അതെ, നമുക്ക് മിക്കവാറും ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ രാധികയുടെ കള്ളക്കളി പ്രിയങ്കയ്ക്ക് മുമ്പിൽ തുറന്നു കാട്ടാൻ പറ്റും. രാധികം വരുണും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പ്രിയങ്കയെ ഇന്നത്തോടെ ബോധ്യപ്പെടുത്താൻ പറ്റും. വരുണെ മുത്തശ്ശിയും കൂട്ടിയിട്ട് താഴെ രാധികയെ വരവേൽക്കേണ്ടി പോയിരിക്കുവാണ്. ഇന്നത്തെ ദിവസം അവൻ അവളെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുക എന്നാണ് പറയുന്നത്. ആ കാഴ്ച പ്രിയങ്കയെ കാണിച്ചു കൊടുത്താൽ പോരെ, പിന്നെന്ത് വേണം നമുക്ക്? അത് ശരിയാ, എന്നാൽ പിന്നെ നമുക്ക് ഇപ്പം തന്നെ പ്രിയങ്കയുടെ അരികിലേക്ക് പോകാം. ഇതേസമയം പ്രിയങ്കയാണെങ്കിൽ ഈ റൂമിൽ കൽപ്പനയും ഉർവശിയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ മനസ്സ് വിഷമിച്ചിരിക്കുവാണ് കേട്ടോ. അന്നേരം ഒരിക്കും ഇവർ രണ്ടാളും പ്രിയങ്കയുടെ അരികിലേക്ക് എത്തുന്നത്. അതെ പ്രിയങ്കയെ, രാധികയും വരുണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞെങ്കിലും നിനക്കത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ലല്ലോ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. രാധിക ഇവിടെ നിന്ന് രാവിലെ മ്യൂസിക് സ്കൂളിലേക്ക് പോയിട്ട് തിരിച്ചെത്തുന്നത് വരെ വരുണിൻ്റെ ടെൻഷനും വെപ്രാളവും നീ കണ്ടിട്ടില്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ? അവന് ഒരു നിമിഷം പോലും അവളെ കാണാതിരിക്കാൻ വയ്യ. അതിൻ്റെ വെപ്രാളവും വീർപ്പുമുട്ടലും ഒക്കെ അവന്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വൈകിട്ട് അവൾ തിരിച്ചെത്തുമ്പോൾ മുറ്റത്ത് തന്നെ വരുൺ നിൽക്കുന്നുണ്ടാവും. അവളുടെ പിന്നാലെ കൂടുകയും ചെയ്യും. ഇന്നത്തെ വരുണോടെ മുറ്റത്ത് അവളെ കാത്തു നിൽക്കുവാണ്. ഇപ്പം ഞങ്ങളുടെ കൂടെ നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ബോധ്യപ്പെടും. ഞാൻ വരാം, നിങ്ങളുടെ കൂടെ എവിടെയാണെങ്കിലും വരാം. നിങ്ങൾ പറഞ്ഞതുപോലെ വരുണിനോട് ചേച്ചിയുടെ മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ നാളെ രാവിലെ ഞാൻ ചേച്ചിയെ വെച്ചേക്കില്ല, അവർ ഞാൻ കൊന്നുകളയും. അന്നേരം കൽപ്പന വരണേ, കൊള്ളാം മിടുക്കി, ഇപ്പോഴാണ് നീ പഴയ പ്രിയങ്കയായത്. അന്നേരം ഉർവശി വരണേ, അല്ലെങ്കിലും ഏതൊരു പെണ്ണ സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണിന് വിട്ടുകൊടുക്കുക? തൻ്റെ ഭർത്താവിനെ വേറൊരുത്തി നോക്കുന്നത് പോലും ഒരു പെണ്ണിന് സഹിക്കില്ല. പെണ്ണുങ്ങളായ അങ്ങനെ തന്നെ വേണം. നീ വാ പ്രിയങ്കേ. ഇതേസമയം വരുണാണെങ്കിൽ മുറ്റത്ത് നിൽക്കുമായിരിക്കും. മുത്തശ്ശിയും കുറച്ച് നീങ്ങി അവിടെ മാറി നിൽക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ രാധിക മ്യൂസിക് സ്കൂളിൽ നിന്നും തിരിച്ചെത്തുവാണ്. അങ്ങനെ പുറത്ത് നിൽക്കുന്ന വരുണിനെ കണ്ട് മൈൻഡില്ലാതെ രാധിക അകത്തേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം വരുണാണെങ്കിൽ രാധികയോടെ പിടിച്ചു നിർത്തുവാണ്. അതെ, എനിക്കിന്നത്തോടെ ചില കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടിയേ പറ്റൂ. താനോട് ചിലരുടെയൊക്കെ നിയന്ത്രണത്തിലാണെന്ന് എനിക്കറിയാം, പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ആരാ തന്നെ പേടിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അത് പറ. ആരോടാണെങ്കിലും ഞാൻ ചോദിക്കാം. എന്നെ ആരും ഒന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിട്ടില്ല. അവരോടൊന്നും മാറുന്നുണ്ടോ? ഈ സമയത്തായിരിക്കോട്ടോ പ്രിയങ്കയെ കൽപ്പനയും ഉർവശിയൊക്കെ അവിടെ വാതിലിൻ്റെ അവിടെ വന്നിരിക്കുന്നത്. ഈ സമയം പെട്ടെന്ന് തിരിയുന്ന രാധിക അവർ വന്ന് നിൽക്കുന്നത് കാണുവാണ് കേട്ടോ. അന്നേരം വരുൺ പറയണേ, ഇല്ല, ഞാൻ മാറില്ല. എനിക്ക് ഇന്നത്തോടെ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിഞ്ഞേ പറ്റൂ. തൻ്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് ആ കാര്യങ്ങൾ അറിയണം. അന്നേരം രാധിക പറയണേ, എന്താ ഇപ്പോൾ വരുൺ അറിയേണ്ടത്? കണിമംഗലത്തുള്ള എല്ലാവരോടും എനിക്ക് ബഹുമാനമുണ്ട്, അതുപോലെ വരുണിനോടുണ്ട് ബഹുമാനം. വരുണും പ്രിയങ്കയും കൂടി നല്ലൊരു ജീവിതം നയിക്കുന്നത് കാണാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മുത്തശ്ശി നിൽക്കുന്നത് കാണുവാണ്ട് രാധിക. അന്നേരം രാധിക പറയണേ, മുത്തശ്ശി, എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങ് വാ എന്നും പറഞ്ഞ് മുത്തശ്ശിയെ അരികിലേക്ക് വിളിക്കുക. മുത്തശ്ശിയുടെ പുന്നാര കൊച്ചുമോനല്ലേ വരുൺ. വരുണ് ചില കാര്യങ്ങളിൽ എന്തോ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ സംശയങ്ങളൊക്കെ മുത്തശ്ശി തന്നെ വരുണിന് പറഞ്ഞു കൊടുത്ത് അതിൻ്റെയൊക്കെ ഉത്തരം കൊടുക്കണം. എന്നാൽ പിന്നെ ഞാനങ്ങ് ചെല്ലട്ടെ, നല്ല ക്ഷീണം എന്നും പറഞ്ഞ് രാധിക അകത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. അങ്ങനെ രാധികയുടെ പെരുമാറ്റം കണ്ട്
സന്തോഷത്തോടെ നിൽക്കുമായിരിക്കും പ്രിയങ്ക. എന്നാൽ അതുകൊണ്ട് എന്താ പെട്ടെന്ന് ഇവൾക്കൊരു ഭാവമാറ്റം എന്നുള്ള രീതിയിൽ ആലോചിച്ച് നിൽക്കുവാണ് കേട്ടോ കൽപ്പനയും ഉർവശിയൊക്കെ. ഈ സമയം അകത്തേക്ക് വന്ന രാധിക പ്രിയങ്കയും കൽപ്പനയൊക്കെ ഇവിടെ നിൽക്കുന്നത് കാണുക. ആ, നീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? പ്രിയ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് രാധിക അകത്തേക്ക് പോകുകയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക പറയണേ, ദേ നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ബോധ്യമില്ലേ? ചേച്ചിക്ക് വരനോട് അങ്ങനെ ഒരു താല്പര്യമില്ല. എൻ്റെ പ്രിയങ്കയെ അതൊക്കെ അവളുടെ ഒരു അടവാ. നീ ഇപ്പം ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണ്ട. ഒരിക്കലും നീ തന്നെ നിൻ്റെ കൺമുമ്പിൽ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കാണും. അന്ന് നിനക്ക് ഞങ്ങൾ പറഞ്ഞത് സത്യം വരുന്നെന്ന് മനസ്സിലാവും. വാജറിയമ്മേ, ഇവളോട് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക പറയണേ, വരന് ചേച്ചിയോട് എന്തോട് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്താണെങ്കിലും ചേച്ചിക്ക് വരനോട് ഒരു താല്പര്യമില്ല. പിന്നീട് കാണിക്കുന്നത് ഭഗവാന്റെ മുമ്പിൽ സങ്കടപ്പെട്ടിരിക്കുന്ന രാധികനെ. എന്തിനാ ഭഗവാനെ എല്ലാവരും എന്തിനാ എൻ്റെ തലയിലേക്ക് ഇങ്ങനെ കയറുന്നത്? പണ്ട് നീ രണ്ടു കൂട്ടരെയും തമ്മിലടുപ്പിച്ച് യുദ്ധം കണ്ട് ആസ്വദിച്ചില്ലേ? അതുപോലെ എന്നെ നീ പരീക്ഷിക്കുവാണോ? എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം കേട്ട് വരുൺ പിന്നെ നിൽക്കുന്നുണ്ടാവും. വരുൺ പറയണേ, ഈ വീർപ്പുമുട്ടലിൽ നിന്നൊക്കെയുള്ള രക്ഷപ്പെടാനുള്ള മാർഗം തന്നോട് ഞാൻ ചോദിച്ചത്. എനിക്കിന്ന് രണ്ടിലൊന്ന് അറിഞ്ഞാൽ പറ്റൂ. തൻ്റെ നാവിൽ നിന്നാണ് എനിക്ക് താൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് കേൾക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. പിന്നെ എന്തു തന്നെ സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. അത് നമുക്ക് ഒന്നിച്ച് തന്നെ നേരിടാം. വരുൺ, എനിക്കൊന്നും പറയാനില്ല. ഞാൻ അമ്മയെ വിളിക്കണോ? ആ വിളിക്ക്, താൻ അമ്മയെ വിളിക്കും. ഇന്നത്തോടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. അതെ, ഈ ഭഗവാന്റെ മുമ്പിൽ വെച്ച് വ്രതമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ? ഭഗവാനെ പൂർണ്ണമായും മനസ്സിൽ ധ്യാനിച്ച് എന്ത് വ്രതം എടുത്താലും ഭഗവാൻ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഞാൻ നിരാഹാരം വ്രതം ഇരിക്കാൻ പോകുക. താൻ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ പച്ച വെള്ളം പോലും ഞാൻ കുടിക്കില്ല. വരും, എന്തൊക്കെയാണ് പറയുന്നത്? അതെ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ഈ ഭഗവാന്റെ മുമ്പിൽ നിന്നാ പറയുന്നത്. അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇയാൾ എന്നെ ഇഷ്ടമാണെന്ന് പറ. ഇല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല. എന്നാൽ ശരി, ഞാനിപ്പോൾ മുതൽ നിരാഹാര വ്രതത്തിലാണ്. ഞാൻ ഇന്നു മുതൽ ഇനി ഒന്നും കഴിക്കാൻ പോകുന്നില്ല. ആര് നിർബന്ധിച്ചാലും. എൻ്റെ ഈ വ്രതം അവസാനിപ്പിക്കണമെങ്കിൽ അത് തന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് വരൻ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അങ്ങനെ വരണിൻ്റെ വാക്കുകളൊക്കെ കേട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ് രാധിക. നേരെ രാധിക ചെല്ലുന്നത് പത്മിനിയുടെ റൂമിലേക്കായിരിക്കും. ഈ സമയം പത്മിനിയുടെ റൂമിൽ ഉർവശി ഉണ്ടാകും കേട്ടോ. അമ്മേ, ഇപ്പോൾ വരൻ എന്നെ പൂജാമുറി വെച്ച് കാണാൻ വന്നിരുന്നു. അന്നേരം വരൻ പറയുക, വരൻ നിരാഹാര വ്രതം എടുക്കാൻ പോകുവാണെന്ന്. വരണിനോട് നല്ല വാശിയിൽ തന്നെ ആ കാര്യം പറഞ്ഞത്. അമ്മ ഒന്ന് വരനെ കണ്ട് സംസാരിക്കണം. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അന്നേരം ഉർവശി പറയണേ, അത് ശരി, അപ്പം നീ വരുണിൻ്റെ മുമ്പിലേക്ക് പോകാനുള്ള ഒരവസരം പോലും പാഴാക്കില്ലല്ലേ? അയ്യോ ചെറിയമ്മേ, ഞാനായിട്ട് വരുണിൻ്റെ മുമ്പിലേക്ക് പോയതല്ല. വരുണ പൂജാമുറിയിലിരുന്ന എൻ്റെ അരികിലേക്ക് വന്നത്. ഓ, നീ കൂടുതൽ നല്ലവളെ ചമയാണെന്ന് ശ്രമിക്കണ്ട. അവളൊന്നും ചെയ്യാത്തൊരു നിഷ്കളങ്ക. അതെ, വരുണങ്ങനെ പലതും പറയും. അതൊക്കെ ചുമ്മാ നിന്നെ ഇളക്കാൻ വേണ്ടി പറയുന്നതാ. അല്ലാതെ നിനക്ക് വേണ്ടി അവൻ നിരാഹാര വ്രതമൊന്നും ഇരിക്കാൻ പോകുന്നില്ല. ഈ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വീട്ടത്തെയും കൂടി തീരുമാനിച്ച് ചെയ്തോളാം. നീ വെറുതെ വരുണിൻ്റെ കാര്യത്തിലധികം വ്യാകുലപ്പെടാനൊന്നും നിൽക്കണ്ട. അതിനിവിടെ പ്രിയങ്കയും ഞങ്ങളുമൊക്കെ ഉണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു പാത്രം ഭക്ഷണം എടുത്ത് വരുണിൻ്റെ റൂമിലേക്ക് എങ്ങാനും പോയാൽ അങ്ങനത്തെ വൃത്തികെട്ട വല്ല പ്രവൃത്തികളും നിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പിന്നെ നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ല. മര്യാദക്ക് പോ. അങ്ങനെ രാധിക അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം പത്മിനി പറയണേ, വരുൺ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ നിന്ന് ഉറച്ചു നിൽക്കും. അവൻ്റെ സ്വഭാവം അറിയാലോ. വാശിയുടെ കാര്യത്തിൽ വരുൺ ഒട്ടും പിന്നിലല്ല. അന്നേരം ഉർവശി പറയണേ, അവൻ്റെ ഈ വ്രതമൊക്കെ എങ്ങനെ അവസാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അരികിലേക്ക് ജ്യൂസുമായിട്ട് പോകുന്ന ഉർവശിനെയാണ്. എന്നിട്ട് ആ ജ്യൂസ് വരുണിനോട് കുടിക്കാൻ പറയുക. എന്നാൽ വരുൺ വേണ്ടാന്ന് പറയുവാണ് കേട്ടോ. ഈ സമയം ഉർവശിയാണെങ്കിൽ വല്ലാതെ നിർബന്ധിക്കുവാണ്. അന്നേരം വരുൺ ജ്യൂസ് കുടിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുവാണ് കേട്ടോ. ഇത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന പത്മിനി പറയണേ, എന്താ എന്താ ഇവിടെ എന്താ വരുൺ? ഉർവശി കൊണ്ടുവന്ന് ജ്യൂസ് കുടിച്ചാൽ നിനക്ക് എന്താ? എനിക്കൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ചെറിയമ്മയോട് ജ്യൂസ് ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പോൾ ആവശ്യമില്ലാതെ ഇതൊക്കെ കൊണ്ടുവന്നത്? എനിക്കിപ്പോൾ വിശപ്പില്ല. ഈ സമയം രാധികം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അന്നേരം പത്മിനി വീണ്ടും ചോദിക്കണേ, അതെന്താ? ഒരു ഗ്ലാസ് ജ്യൂസല്ലേ, അത് കുടിക്കുന്നതുകൊണ്ട് എന്താ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? അന്നേരം രാധികയെ കാണുന്നതും വരുൺ പറയുക, എന്നാ കേട്ടോ, ഞാനേ ഇവിടുന്ന് ഒരു പച്ചവെള്ളം പോലും കുടിക്കുന്നില്ല. പട്ടിണി കിടന്ന് മരിക്കാനാണ് എൻ്റെ തീരുമാനം. എന്താ? അങ്ങനെ പറഞ്ഞ വരുൺ ദേഷ്യത്തിൽ അവിടെ നിന്ന് എണീറ്റ് പോകുവാണ് കേട്ടോ. ഈ സമയം പത്മിനി രാധികയോട് പറയണേ, അതെ, വരുൺ ഇവിടെ നിരാഹാര വ്രതത്തിലാണെന്നുള്ള കാര്യം അച്ഛനും മുത്തശ്ശിയും ആരും അറിയാൻ പാടില്ല. നിനക്ക് മനസ്സിലായല്ലോ? അല്ലമ്മേ, അവർ കൂടി അറിയുന്നതല്ലേ നല്ലത്. അപ്പോൾ അവരുപദേശിച്ച് വരുണിൻ്റെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കില്ലേ? തൽക്കാലം നീ ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. ഞങ്ങളെ അവൻ്റെ ചെറിയമ്മയും അമ്മയുമാണ്. ഞങ്ങൾക്കറിയാം അവനെ എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന്. അക്കാര്യത്തെക്കുറിച്ചോർത്ത് നീ തലപോക്കണ്ട. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് കേട്ടോ. ഈ സമയം
പത്മിനിയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് കേട്ടോ. വരണിനെ ഈ വാശിയിൽ നിന്നും എങ്ങനെ പിന്തിരിപ്പിക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പത്മിനി. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്